ഒരു തിരുനോട്ടം. ഒളിയമ്പുകൾ നാടകം തുടരുന്നു. ശബ്ദങ്ങളും മതിയോ? മതി. ഒരു സിഗരറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തണുപ്പ് മാറ്റാമായിരുന്നു. പണിയായി പോയി. നേരം എടുത്തോന്ന് നോക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ടും എടുത്തോ? ഈ ശരീരം കാണുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു. ജിമ്മിന് പോയാ ശരീരം ഇങ്ങനെയാണോ? പകരം തള്ളിയത് മുഴുവനും വയറാ. ചേട്ടാ, ഈ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്ന പ്രേതങ്ങളൊക്കെ പേടിയില്ലേ? ഞാൻ മരിച്ചതിൽ പിന്നെ പ്രേതങ്ങളൊന്നും മരിച്ച ചത്തെടുത്ത് കിടക്കില്ല. എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. എന്താ നിങ്ങളുടെ നാട്ടിലെല്ലാം പേരെടുക്കുന്നത് ഗുണ്ടയാണോ? പേരെടുത്ത പേടിക്കണ്ട. ഇത് ഉത്സവപ്പറമ്പിന്ന് വാങ്ങിച്ചതാ. നെക്കിയ ചെയ്യ ചെയ്യ പാർട്ടി കേൾക്കും കേൾക്കും കേൾക്കും. കുറച്ചു നേരം കഴിയുമ്പോ തന്നെയും ചോദിക്കും. ഞെട്ടിക്കോ ഞെട്ടിക്കോ. ആ കൊടുത്തോ കൊടുത്തോ. എന്തിനിപ്പെന്നെ തല്ലിയേ? പോണ വഴിയിൽ ഒരു വലിയൊരു കുഴിയുണ്ട്. സൂക്ഷിച്ചു നടക്കുക. കൂടുതൽ ഉപദേശമൊന്നും വേണ്ട. ഈ രാജ്യം കൊണ്ട് ജനിച്ചു നടന്ന നാടായിരുന്നു. എനിക്കറിയാം അവിടെ കുഴിയുണ്ടെന്ന്. ശശിദിനം. നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കൊടത്താപ്പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. ഞാൻ ജോസ്, ദുബായ് ജോസ്. ആൾക്കാർ വിളിക്കുന്നത് ചീങ്കണ്ണി എന്ന മറ്റേ ഇത്ര മുന്നിയാൽ അപ്പുറം എത്തുന്ന നാട്ടുകാരുടെ പേര് ചീങ്കണ്ണി എന്ന്. ഓ ലഭ്യൻ. അല്ല, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണമുണ്ടോ? രാവിലെ തൊട്ട് ഞാൻ വിശന്നിരിക്കുക. കുറച്ച് ഭക്ഷണം കിട്ടാൻ. കള്ള കപ്പി കൈമന എന്താ വെച്ചായിക്കോട്ടെ. എല്ലാം ജോസിന്റെ ചെലവ്. കരക്കാരെ വിളിച്ച് ഒന്ന് പൊലിപ്പിക്കാൻ. അടിച്ചു കയറി വാ.
പിശാചുക്കള് മൊത്തം എന്നെ ഒന്ന് പേടിപ്പിച്ചു. ആട്ടെ, ഞാൻ ചോദിക്കാൻ വന്നു, നിങ്ങളെങ്ങാനും പ്രേതമാണോ? അല്ല, 2 വർഷം മുമ്പ് പ്ലെയിൻ ക്രാഷിൽ മരിച്ചതാ. അപ്പൊ ഇത്ര നേരം ഞാൻ സംസാരിച്ചത് ഒരു പ്രേതത്തോടായിരുന്നോ? ഭാഗ്യം, മരിച്ചില്ല. ഒരു വീടല്ലേ കാണുന്നത്, തട്ടി നോക്കാം. അണ്ണാ, ചേച്ചി, അണ്ണാ, ചേച്ചി, അണ്ണാച്ചി. ഉത്സവം കഴിഞ്ഞു വന്നപ്പോ വഴി തെറ്റി. ഇന്നേക്ക് ഈ രാത്രി ഈ ഉമ്മറത്ത് ഞാൻ കിടന്നോട്ടെ. അതിനു മുമ്പ് വല്ലാത്ത ദാഹം. ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അഗ്നിയിൽ തിളപ്പിച്ചെടുത്ത ജലമുണ്ട്, വേണോ? തണുത്തതാണോ? തണുത്തതേ കൂച്ചു. സാവിത്രി അന്തർജനം വെള്ളവുമായി ഇങ്ങോട്ട് വരിക. സാവിത്രി പൃഥ്വിരാജിനെ കിട്ടു എന്നൊരൊറ്റ വാശിയ. പൃഥ്വിരാജിന് അങ്ങനെ തന്നെ വേണം. ആ ചേട്ടാ, ഈ കാട്ടി വളർത്തുന്ന സാധനത്തിനൊക്കെ വീട്ടിലാണോ വളർത്തുന്നത്? ആ, പറ്റിപ്പോയി. ചേട്ടാ, കിടക്കാൻ പായ തരാം, പക്ഷേ പുറത്ത് കിടക്കണ്ട, അകത്ത് കിടന്നാൽ മതി. പുറത്ത് നല്ല കൊതുകുണ്ടാകും. ഉള്ളിരുന്ന് ചാവാൻ എനിക്ക് വയ്യ. പുറത്ത് നല്ല തണുപ്പായിരിക്കും, അകത്ത് കിടക്കാം. കുഴപ്പമില്ല, പായ പോരെ, ഞാൻ തരാം. മതി മതി. അമ്പിളി, ആ പായ ഇങ്ങോട്ട് കൊണ്ടുവരാ. അമ്പിളി കേറി പൊക്കോളാ, ഇവരിതൊന്നും കണ്ടു വളർന്നവനല്ല. ഗോ, ബാക്കിലേക്ക് ഗോ, ഗോ 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 ഗോ. വേറെ എന്തെങ്കിലും? ആ, അമ്പിളിയെ കൂടി കിട്ടിയിരുന്നെങ്കിൽ. അമ്പിളി തരില്ല, അവൾ ഒറ്റയ്ക്ക് കിടന്നോട്ടെ അവിടെ. കമ്പിളിയെങ്കിലും. കമ്പിളി വേണ്ട, ഉള്ള ഉടുമുണ്ട് ഒരു പൊതച്ചാൽ മതി. ചേട്ടാ, ഉടുമുണ്ടില്ല, പക്ഷേ ഉള്ളിലൊന്നുമില്ല. അത് കുഴപ്പമില്ല. ദൈവമേ, ഇപ്പോഴാണ് ഞാൻ ഈ വീട്ടില് നിലവിളക്കും കരിവിളക്കുള്ള കാര്യം. അതൊക്കെ കൊള്ളാം, വിറയത്ത് കിടക്കുന്നതൊക്കെ കൊള്ളാം. നേരം വെളുക്കുന്നതിന് മുമ്പേ പോയിക്കൊള്ളണം, മനസ്സിലായോ? തലയാട്ടിയാൽ പോരാ, നേരം വെളുക്കുന്നതിന് മുമ്പേ പോയിക്കൊള്ളണം. പറഞ്ഞാൽ പോരാ, അയൽവാസികൾ ഉണ്ണുന്നതിന് മുമ്പേ പോയിക്കൊള്ളണം. എന്താ ചേട്ടാ, ആണുങ്ങളില്ലാത്ത തറവാടാ ഇത്. അപ്പൊ ചേട്ടൻ ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഞാനങ്ങോട്ട് പോകും. ആ കനാലിന്റെ അപ്പുറത്താണ് എന്റെ വീട്. ഓ, ഒളിയമ്പുകൾ ശുഭം.